ഈ വീരവാദമൊക്കെ നിർത്തി കാലെ പിടിക്കാൻ പറയും തെണ്ടികളോട്, നിർത്തുകെട്ടവന്മാർ. പാകിസ്ഥാനെ പ്രസിഡന്റിനെയും പട്ടാള മേധാവിയും കാണാനില്ലേ, അവന്മാര് മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട്. എന്നിട്ടാണ് ഈ വീരവാദം മുടക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി ഈ പാകിസ്ഥാനെ തീർത്ത് കളയാൻ. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു 4 രാജ്യമായിട്ട് മാറും, യാതൊരു സംശയവും. തകർന്ന് തരിപ്പണവും. പട്ടാള ഭരണമേധാവികൾ നാട് വിട്ടേണ്ടി വരും. നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് പി സി ജോർജ് വെല്ലുവിളിക്കാണ്. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ ഷഹബാബ് ഷെറീഫെ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, രാജ്നാഥ് സിംഗ് അതേപോലെ അമിത്ഷാ ഇവരുടെ ശക്തമായ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പട്ടാളം അതിശക്തമായ രൂപത്തിൽ പാകിസ്ഥാനെ അടിച്ച് തകർക്കുകയായിരുന്നു. ഈ പാകിസ്ഥാൻ 4 കഷങ്ങളായി തിരിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ വലിയ കലാപം നടക്കുകയാണ്. അവർ ബലൂചിസ്ഥാൻ ആർമി ലിബറേഷൻ ഫ്രണ്ട് അവിടെ അവരുടെ സ്വന്തം ലാൻഡായിട്ട് പ്രഖ്യാപിച്ചു. മാത്രമല്ല പല മേഖലകളിലും ബോംബ് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പാകിസ്ഥാൻ ഈ യുദ്ധത്തോടുകൂടി 4 കഷ്ണങ്ങളായി തീരുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. അദ്ദേഹം വളരെ ശക്തമായ രൂപത്തിൽ വെല്ലുവിളിക്കാണ് പാകിസ്ഥാനെ. നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു നോക്കൂ, അദ്ദേഹം എത്രമാത്രം ശക്തവാനാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാവുന്ന രൂപത്തിൽ ഇന്ത്യക്കാരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ പാക് പ്രധാനമന്ത്രി ബംഗറിൽ ഒളിച്ചു നിൽക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഒളിച്ചോടിപ്പോയ ഷഹബാബ് ഷെറീഫിനെ അദ്ദേഹം വെല്ലുവിളി, ധൈര്യമുണ്ടെങ്കിൽ വാടാ പാക് പ്രധാനമന്ത്രി ഷഹബാബ് ഷെറീഫെ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് വിശദമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം പി സി ജോർജ്. നമസ്കാരം. അതായത് ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു. അതെല്ലാം തകർത്തുകൊണ്ട് ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനെ ആക്രമിച്ചു. എന്നിട്ടും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ തകർക്കുമെന്നാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് പുച്ഛം മാത്രമല്ല, ഒരു തമാശയായിട്ടാണ് ഇത് തോന്നുന്നത്. കാരണം ഇത്രയും വിവരം കെട്ടവന്മാരാണല്ലോ. ഇതെന്താ ഇത്ര വിവരം കെട്ടവന്മാരായിട്ട് ഈ പാകിസ്ഥാൻകാരെത്തുന്നത്? മനസ്സിലാക്കണം. അതായത് നമ്മളെ വെറുതെ നമ്മുടെ സിവിലിയൻസിനെ അവന്മാർ വെടിവെച്ച് കൊന്നു. നമ്മളാ ചെയ്തത് എന്താ? നമ്മുടെ മാന്യത കാണിച്ച് നമ്മളവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു. അതല്ലാതെ ഒരു ഒറ്റ ഒരു പട്ടാളക്കാരനെ പോലും തൊട്ടിട്ടില്ല. ആർമി ഇറങ്ങിയില്ല ഇന്നലെ വരെ, മനസ്സിലാക്കണം. അത്ര എയർഫോഴ്സും നേവിയും മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. അത് കഴിഞ്ഞ് ഇപ്പോഴോ നമ്മുടെ 15 കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 കേന്ദ്രങ്ങളിലേക്ക് അവർ ആക്രമണം നടത്തി. ഒറ്റ ഡ്രോണോ മിസൈലോ ഇന്ത്യ പതിച്ചില്ല. തകർത്ത് നമ്മൾ വെള്ളക്കളഞ്ഞു. എന്നിട്ടും അവന്മാർക്ക് മനസ്സിലായില്ല. നമ്മുടെ പ്രധാനമന്ത്രിയും കാശ്മീർ മുഖ്യമന്ത്രിയും നമ്മുടെ മറ്റ് മന്ത്രിമാരും ഒക്കെ രാജ്യം മുഴുവൻ ഓടി നടന്ന് കാര്യങ്ങൾ നടത്തുന്നു. പാകിസ്ഥാനെ പ്രസിഡന്റിനെയും പട്ടാള മേധാവിയും കാണാനില്ലേ, അവന്മാരെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട്. എന്നിട്ടാണ് ഈ വീരവാദം മുടക്കുന്നത്. ഈ വീരവാദമൊക്കെ നിർത്തി കാലെ പിടിക്കാൻ പറയും തെണ്ടികളോട്, നിർത്തുകെട്ടവന്മാർ. സത്യത്തിൽ ഇന്ത്യ എത്ര മാന്യത കാണിക്കുന്നത്? സത്യത്തിൽ മര്യാദയുടെ കൂടുതലല്ലേ. ഒരു 5 മിനിറ്റ് മതി ഈ പാകിസ്ഥാനെ തീർത്ത് കളയാൻ. അവന്മാർ പറയുന്നത് തകർത്ത് എങ്ങനെ തകർക്കാൻ? ആര് തകർക്കാൻ? എന്നെ തകർക്കാനാണ് ഇവരൊക്കെ നമ്മൾ. എനിക്ക് ചിരി വരുന്നുണ്ട്. ഇവരൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ട. പാകിസ്ഥാൻ 4 കഷ്ണമായി. ബാലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു 4 രാജ്യമായിട്ട് മാറും, യാതൊരു സംശയവും. തകർന്ന് തരിപ്പണവും. പട്ടാള ഭരണമേധാവികൾ നാട് വിട്ടേണ്ടി വരും. അവിടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും കാണുകയില്ല, നാട് വിടേണ്ടി വരും. അവിടെ ഒരു 4 രാജ്യമായി മാറി തീരാൻ പോവാം. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണേണ്ട ഗതികേട് വരുന്നില്ല എന്നൊരു ദുഃഖമേ ഉള്ളൂ. എനിക്ക് യുദ്ധം നടക്കുമ്പോൾ മനപ്രയാസം അവിടുത്തെ കുഞ്ഞുങ്ങൾ മരിക്കുന്നല്ലോ എന്നുള്ള. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പോകുമ്പോട്ട് കൊല്ലാൻ ഞാൻ പറഞ്ഞേനെ. ആ കുഞ്ഞുങ്ങളെ ഓർക്കണ്ടേ? രാജ്യം ലോകം എന്താ ചെയ്യാത്ത പാവങ്ങളെ ഈ കൊല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് പറഞ്ഞ്, അല്ലെങ്കിൽ മുഴുവനത്തെ ബോംബിട്ട് തീർക്കാൻ ഞാൻ പറഞ്ഞേനെ. എൻ്റെ അഭിപ്രായം അതാണ്. ഞാനത് പറയാത്ത ഈ ഒറ്റ കാര്യമാണ്. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ കുഴപ്പക്കാരുണ്ട്, ഒത്തിരിയാണ് കുഴപ്പക്കാരെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന്റെ പ്രാധാന്യം കണക്കാക്കണം. പ്രത്യേകിച്ച് 2 വനിതകളാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളോട് വിശദീകരിക്കുന്നത്. സിന്ദൂരും അല്ലേ സ്ത്രീകളെ അല്ലേ വേദനിപ്പിച്ചത്? അതുകൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഏതായാലും മോദിയെ മാത്രം രാജ്നാഥ് സിംഗിനെയും, പ്രത്യേകിച്ച് രാജ്നാഥ് സിംഗിനെയും മോദിജിയെയും അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷാജിയൊക്കെ ആദരിക്കാതെ ബഹുമാനിക്കാതെ പോകാൻ കഴിയില്ല. അവരെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ
നമ്മൾ ഇന്ത്യക്കാരല്ലെന്ന് എൻ്റെ അഭിപ്രായം. മോദിജി ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായിട്ട് ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ഒറ്റ പ്രശ്നമുള്ളൂ, ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയെ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ അതിൽ നിന്ന് നശിപ്പിക്കാൻ, നമ്മുടെ സാമ്പത്തികം തകർക്കാൻ വേണ്ടി യുദ്ധം എന്ന് പറഞ്ഞ് ഈ ചൈനക്കാരനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനും അതാ. പാകിസ്ഥാനൊക്കെ തീർന്ന് തെണ്ടികളുടെ രാജ്യമാണ്, അവിടെ നിന്ന് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അവൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സാമ്പത്തികം തകർക്കുന്നതാണ്. ഏതായാലും ഈ കാര്യത്തിലെല്ലാം നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ എങ്ങനെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റും? എന്താണ് ഇന്ത്യൻ പട്ടാളത്തിന്റെ കഴിവെന്ന്? നേവി, ആർമി, അതുമാത്രം നേവിയും എയർഫോഴ്സിന്റെ പ്രവർത്തനം എത്ര വലുതാ? ആ നമ്മുടെ ഏറ്റവും അത്ഭുതം തോന്നുന്നത് ആർമിയുടെ ഒരു വനിതയാണ് ഇതിന്റെ അഭിപ്രായം പത്രക്കാരെ കാണുന്നത്. നേവി എയർഫോഴ്സിന്റെ ഒരു വനിതയാണ് കാണുന്നത്. നമ്മുടെ വനിതയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഏറെ കൊള്ളാം, നന്നായിരിക്കുന്നു. ഗോഡ്, നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഇന്ത്യൻ പട്ടാളത്തിന്. 100 നന്ദി എന്ന് മാത്രമല്ല, 100 നന്ദി, 100 ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്ന, ബുദ്ധിപരമായി നീങ്ങുന്ന പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ 100,000 നന്ദി ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.